അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് പാലക്കാടാണ് കേട്ടോ. ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുന്ന, വ്യത്യസ്തത എന്ന് പറയാൻ കാരണം ഈ കൃഷി വളരെ റെയറായിട്ട് അപൂർവമായിട്ട് ചില ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാലോ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു കൃഷിയും കൂടിയാണ് കേട്ടോ. ഏകദേശം മനുഷ്യ ശരീരത്തിൽ വരുന്ന 75% രോഗങ്ങൾക്കുള്ള പ്രതിവിധിയുള്ള ഒരു കൃഷിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ ഇത്രത്തോനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2 ഏക്കറിലധികമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനി പറഞ്ഞ് നമ്മൾ മുഷിപ്പിക്കണില്ല, എന്താണ് കൃഷി, എന്താണ് സംഭവം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൃഷി കേട്ടോ. നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അത് 1-2 ഒന്നല്ല, ഏകദേശം 2 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഒരു കൃഷിയാണ് കേട്ടോ. എന്തായാലും ഈ കൃഷി ചെയ്യുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 കർഷകർ നമ്മുടെ മുമ്പിലുണ്ട്. ചേട്ടാ നമസ്കാരം. നിങ്ങൾ പേരൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ജയ്സൺ. ഇത് കൃഷ്ണകുമാർ ഏട്ടനാണ്. നിങ്ങൾ രണ്ടുപേരുമാണ് ഈ കൃഷി നടത്തുന്നത് അല്ലേ? ഓക്കെ. ഇതെന്താണ് സംഭവം? ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ നിങ്ങളതായ ലെവലിൽ തന്നെ പറഞ്ഞു. ഇതെന്താ സംഭവം? ഇത് വ്യത്യസ്തമായ ഒരു കൃഷിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷമായിട്ട്. ഓക്കെ. നമ്മള് തൊട്ടാച്ചോറി എന്നൊക്കെ പറയുന്ന നായ്ക്കോറിനാണ് ഇതുള്ളത്. നായ്ക്കോറിന കൃഷിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെയൊക്കെ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ നമുക്ക് ശരീരത്തിൽ ബാധിക്കുന്ന ഒരു 10-75% അസുഖങ്ങൾക്കും ഇത് ഏറ്റവും നല്ല ഗുണപ്രദമായ ഒരു ഔഷധം കൂടിയാണ്. ഓക്കെ ഓക്കെ. ആയുർവേദത്തിൽ അല്ലേ? അതെ, ഔഷധം കൂടിയാണ്. പ്രധാനമായിട്ടും ഞാൻ ചോദിക്കുകയാണ്, പ്രധാനമായിട്ടും ഈ ഒരു നായ്ക്കോറിന പൊടി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് അമൃതമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. പ്രകൃതി തരുന്ന അമൃതാണ് ഈ നായ്ക്കോറിന പൊടി അല്ലേ? അതെ അതെ. ഇത് ആൾക്കാർ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചൊറിയുന്ന പൊടിയും തോടും ഒക്കെ കൂടിയിട്ട് സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ഔഷധം. ഓക്കെ. ദൈവം സൃഷ്ടിച്ചത്, അഥവാ ഈ ഒരു നായ്ക്കോറിനോട് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സുരക്ഷയോട് കൂടിയിട്ട് ഇത്. അത് അതിന്റെ ഒരു സുരക്ഷയാണ് അല്ലേ? മനുഷ്യന്മാര് പ്രതിരോധത്തിന് വേണ്ടി പല സംഭവം ചെയ്യുന്ന പോലെ വീടുകളിലെ പരിസരത്തൊക്കെ കാണുമ്പോൾ വെട്ടിക്കുറിച്ച് കളയുന്ന ഈട്ട് കളയിലേക്കാണ് പേടിച്ചിട്ടാണ്. കാരണം ഇത് ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അത് പറഞ്ഞപ്പോൾ ഓർമ്മ, നമുക്ക് ഇതിന്റെ മേലിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ? അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട്, ഇനി ചൊറിഞ്ഞ് മാന്താൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ജസ്റ്റിൻ ചേട്ടാ, നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്, കാരണം ചൊറിഞ്ഞ് മാന്താൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ ഒരു കൃഷി നിങ്ങൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന 75% രോഗങ്ങൾക്കും ഭയങ്കര ഫലം കിട്ടുന്ന ഒരു ഔഷധമാണ് ഈ നായ്ക്കോറിന പൊടി. പലതരത്തിലും അറിയാം. നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ പല പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഉത്തേജക മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ സത്യം തന്നെയാണോ? സത്യം തന്നെയാണ്. ആണല്ലേ? സ്ത്രീകളുടെ ആർത്തവക്രമക്കേട് മൂലമുണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ അഭാവം ഏറ്റവും നല്ല ഔഷധമാണ് ഇത്. ആണ്. അതുപോലെ പുരുഷന്മാരുടെ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിന്റെ അതിനും ഒരുപാട് ഉത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ടൈമിംഗ്, ഉദാഹരണശേഷി, കൗണ്ട് വർദ്ധിപ്പിക്കുക. ചില ആൾക്കാർക്ക് കൗണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ സന്താന ഭാഗ്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിച്ച സന്താന ഭാഗ്യം വരെ സംഭവിക്കാം. അത് അവരെ കൗണ്ട് കൂടും. അതുപോലെ സ്ത്രീകളുടെ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രശ്നം, അതുപോലെ തന്നെ നമുക്ക് സാധാരണ ബാധിക്കുന്ന നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രിക്കുക. പിന്നെ നമ്മുടെ മാസ്റ്റർ ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഉത്തേജനം, അത് ആ ഗ്രന്ഥിയാണല്ലോ നമ്മുടെ ശരീരത്തിൽ നാഡീഞരമ്പുകൾ ഉത്തേജിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാം. അതാണ് ഈ ഔഷധം കൂടുതലും ചെയ്യുന്നത്. പിന്നെ ജേസൺ ചേട്ടൻ, ഈ ഒരു കൃഷി തുടങ്ങിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു മേഖലയിൽ? നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ വളരെ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. പാലക്കാട് തുടങ്ങിയിട്ട്? അതെ. നമുക്ക് അതിന് മുമ്പ് വേറെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അത് ടോട്ടൽ ഈ ഒരു നായ്ക്കോറിന കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട്? ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. അഥവാ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ? അതെ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് പല ആളുകൾക്കും നമ്മൾ ഈ കൃഷി സംബന്ധമായിട്ട് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ള കേസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോദിക്കും, ഈ കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവുമോ കൂടുതലായിട്ടും? അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവുള്ളൂ. അതിന് കാരണം നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അടുത്ത വീടുകളൊന്നും പാടില്ല. എത്ര ചുറ്റളവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് 1 കിലോമീറ്റർ താഴെ വീടുകളില്ലാതിരുന്നാൽ അത്രയും നല്ല. അതുകൊണ്ടാണ് ഈ നിങ്ങളൊരു ഒഴിഞ്ഞ പാടത്ത് കൊടുന്ന് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ ഈ ഒരു ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒരൊറ്റ വീടില്ല കേട്ടോ. അത് ഭയങ്കര ദീർഘമായിട്ട് ലോങ് ആയിട്ട് കിടക്കുകയാണ്. കിലോമീറ്റർ ഒന്നൊന്നല്ലായിരിക്കും, അതിലധികം ഉണ്ടാവും അല്ലേ? പിന്നെ ഈ ചൊറിച്ചിൽ, ഇതിന്റെ കൃഷിയുടെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം നിന്ന് നല്ല വെയിലും കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും, നന്നായിട്ട് ചൊറിയും. അപ്പോൾ ഇതിന്റെ ഈ വിളവെടുപ്പും സംഭവങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഇത്ര സേഫ് ആയിട്ട് ചെയ്യണം? നമ്മളിപ്പോൾ ഈ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ 6 മാസത്തെ വിളവെടുക്കാം. അതിപ്പോൾ രാവിലെ നമ്മൾ വിളവെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മൾ പീപ്പിക്കിട്ട് തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പും അതുപോലെ കാറ്റ് വരുന്നതിന് മുമ്പും നമ്മൾ മഞ്ഞ് വീഴ്ച പോകുന്നതിന് മുമ്പാണ് നമ്മൾ വിളവെടുക്കാം. ഒരുപാട് കാര്യം ശ്രദ്ധിക്കാണ്ട്. അതെ. അപ്പോൾ നമ്മളൊരു 2-3 മണിക്കൂർ ഒരു ദിവസം വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കൺമൂട്ടിൻ്റെ ഉള്ളിൽ ഗ്ലൗസിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. പിന്നെ നമുക്ക് ചൊറിച്ചിൽ അസഹ്യമായി നമ്മൾ നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കും.
നമ്മൾ ഈ പൊട്ടിച്ച ഈ കായ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഉണക്കാനിവിടെ 2 ആഴ്ചയോളം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റൊക്കെ വിരിച്ച് അതൊക്കെ സൂര്യപ്രകാശത്തിൽ പൊട്ടിത്തെറിച്ച് അതിൻ്റെ കുരും ചൊറിയുന്ന പൊടിയും വേറെ വേറെ ആയി വരുമ്പോൾ നമ്മളത് അരിച്ച് അങ്ങനെ നമ്മളിത് പാലിലൊക്കെ പുഴുങ്ങിയിട്ട് സംസ്കരിച്ചിട്ടാണ് നമ്മൾ ഔഷധങ്ങൾ പൊടിയാക്കി മാറ്റുന്നത് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ ഇപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ശരീരത്തിനുണ്ടെന്ന് വേദനകൾ, ചിലർക്ക് ഷുഗർ കൂടിയിട്ട് കാലിൻ്റെ അടിയിൽ ഒരു പൊള്ളിച്ച് വരും, കൈകാലി മറിയിപ്പും കൊച്ചിപ്പിടുത്തൊക്കെ ഉണ്ടാവും. അതിന് പിന്നെ നമുക്ക് ഉറക്കം ചില ആൾക്കാർ കിടന്നിട്ട് ഉറക്കത്തിന് വേണ്ടി കാത്തു കിടക്കാറുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ നമുക്ക് നോർമലായിട്ട് വരും. അതുപോലെ ശരീരത്തിന്റെ വേദനകൾ ഒഴിവാക്കുക. പിന്നെ നമുക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ, പാർക്കിൻസ് രോഗം പോലുള്ള വേറെ രോഗങ്ങൾ, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈമിംഗ് കൂട്ടുക, ഉദാഹരണശേഷി, കൗണ്ട് വർദ്ധിപ്പിക്കാം. പിന്നെ സ്ത്രീകളുടെ PCOD പ്രശ്നം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മളത് ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക ആയുർവേദ മരുന്നിലും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്ന സാധനമാണ്. അത് സത്യമാണ്. അത് ഏകദേശം ആയുർവേദ മരുന്നുകളിൽ ഏറെക്കുറെ ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഇതിന്റെ ഇത് ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ കോൺടാക്ട് നമ്പർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും ഒരേപോലെ കഴിക്കേണ്ട ഔഷധമല്ല. അപ്പൊ അതിന് കഴിക്കേണ്ട രീതികളും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് മനസ്സിലാക്കിയിട്ട് ഏത് കോഴ്സാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്. അത് ഷുഗർ ഉള്ളവർക്ക് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് പാലിൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ അവർ കഴിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അവർക്ക് കൊടുക്കുക. ഇനി ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, ഈ പിന്നെ പരിപ്പുണ്ടല്ലോ, ഈ പരിപ്പ് മാത്രമാണോ ഇതിന്റെ ഔഷധം, അതോ അതില്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും ഇതിന് ഔഷധ ഗുണമുണ്ടോ ഈ ഒരു നായ്ക്കോറിനൊക്കെ? അതിന്റെ പരിപ്പാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇതിന്റെ വേര് ഉപയോഗിച്ച് കഷായങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഇല ഉപയോഗിച്ചിട്ടൊക്കെ അതിന്റെ തണ്ട് മാത്രമാണ് ഇതിന്റെ വേസ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ ഔഷധങ്ങളുള്ള. ഇതിപ്പോ 6 മാസമാണ് ഇതിന്റെ കാലാവധി. 6 മാസമാണ് കൃഷി. അഥവാ കൃഷി തുടങ്ങിയിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ വിളവെടുപ്പിനാണ്. അപ്പൊ ഇതിന്റെ പിന്നെ ഈ കായ് വരുന്നതിന്റെ മുമ്പില്ല പൂത്ത് നിൽക്കണൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇത് നല്ല അടിപൊളി പൂവല്ല ഉണ്ടാവില്ല. നിൽക്കുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ പൂത്ത് നിൽക്കും, നിറച്ച് പൂക്കളായിരിക്കും അല്ലേ. പിന്നെ അതിന്റെ പുറത്ത് നമ്മള് ശരീരത്തിൽ ആയി കഴിഞ്ഞാൽ ചൊറിയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സാധനം എന്തെങ്കിലും മരുന്നിന് പറ്റുമോ? അത് നമുക്ക് ഈ പൊടിയേക്കാളും കൂടുതൽ പൈസ അതിനാണ് നമുക്ക് വരുന്നത്. പൊടി ആണല്ലേ, അതിന്റെ പരിപ്പിനേക്കാൾ കൂടുതൽ ക്യാഷ് വരുന്നത് അതിനാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചൊറിയൻ പൊടി? അത് ഗുളികകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ചില ലേപനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ക്രീം ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രോസസ് ചെയ്ത് പൗഡർ ആക്കി എടുക്കണത് എങ്ങനെയാണ്? അത് ഒരുപാട് അത് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവൂല. അത് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പക്ഷെ അത് ഒരു അത്യാവശ്യം നല്ല റേറ്റ് വരുമോ സാധനം? അത് ഏകദേശം ഒരു 13 രൂപ 15 രൂപ റേറ്റ് ഒരു കിലോക്ക്. പക്ഷെ ഒരു കിലോ ഒരുപാട് സാധനം വേണ്ടി വരും. അത് തീരെ പറ്റ വെയിറ്റ്ലെസ് സംഭവമാണല്ലോ. അപ്പൊ ചൊറിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് പുള്ളി കൊണ്ട് അല്ലേ. ഓക്കെ. പിന്നെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ സാധനം നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ ചൊറിയാത്ത ഇടങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? നമുക്ക് കയ്യിന്റെ അടിയിൽ ചൊറിയില്ല, പിന്നെ മുഖത്ത് ചൊറിയില്ല, പിന്നെ തലയിൽ ചൊറിയില്ല. അതിന് എന്ത് കാരണം, എന്താ സംഭവം? അത് നമ്മുടെ സ്കിന്നിന്റെ പ്രത്യേകത ആയിരിക്കും ആ ഭാഗത്തുള്ളത്. ബാക്കി എവിടെയായാലും നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ ഇത് ഈ വിളവെടുപ്പ് സമയത്ത് നല്ല വെയിൽ പാടില്ല. വെയിലുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ കഴിയൂല, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. കാറ്റും പാടില്ല. കാറ്റുണ്ടാകുമ്പോൾ ഈ സാധനം വന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിലിരിക്കും. പിന്നെ നമ്മൾ കൂടുതൽ നേരം നിൽക്കുമ്പോൾ നമ്മൾ ശരീരം വേർക്കുമ്പോൾ ഇതിന്റെ പൊടി ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പിന്നെ ചൊറിച്ചിൽ അസഹ്യമാവും. ഈ നനഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിൽ കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇതിപ്പോ എത്ര ഏക്കറുണ്ട് കൃഷി? ഇതിപ്പോ 2 ഏക്കർ താഴെയുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ നോക്കി നീണ്ടു നിവർന്നിങ്ങനെ കിടക്കട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക്, കാരണം ഇത് യാതൊരു ചെരുവില്ല, അഥവാ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പൊടിയാണ് അല്ലേ കൃഷി ചെയ്യുന്ന ഔഷധത്തിന് എന്തെങ്കിലും ഗുണങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒറിജിനൽ ആയിട്ട് നമുക്ക് യാതൊരു കൂട്ടുമില്ലാതെ പ്യൂർ ആയിട്ടുള്ള സാധനം കൊടുക്കണം. ഓക്കെ. അപ്പോൾ അത്രയും നല്ല പ്യൂർ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കിട്ടും. നോക്കി കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ഇവരുടെ ഒരു പിന്നെ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? നാഗരാജൻ. നിങ്ങൾ ഈ നാട്ടുകാരനെ തന്നെയാണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ ഈ ഒരു ഗുണമേന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിവർ പരിചയക്കാരനാണോ? ആണല്ലേ. അപ്പോൾ അങ്ങനെയാണ്. നോക്കി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ചുറ്റുഭാഗത്ത് വീടൊന്നും പാടില്ല ചേട്ടാ. വീടുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും, കാറ്റൊക്കെ വരുന്ന സമയത്ത്. അത് മാത്രമല്ല, നോക്കി പാലക്കാട് അറിയാലോ, ഒഴിഞ്ഞു നടക്കുന്ന ഒരു കരിമ്പനകളുടെ നാടാണ്. അതേപോലെ തന്നെയാണ് എല്ലാം ആ പാലക്കാടൻ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഒരു സെറ്റപ്പ് ആയിട്ടുള്ളൊരു കൃഷിയാണുള്ളത്. ഏകദേശം 2 ഏക്കറിൽ അധികം എന്നാണ് ഞാൻ പറഞ്ഞത്, 2 ഏക്കറിൽ താഴെയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് വീഡിയോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ വഴി പോകുമ്പോൾ അല്ലേ നമുക്കൊന്ന് കാണിച്ചു കൊടുത്തൂടെ? ഓക്കെ. ഇനി ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനലായിട്ട് യാതൊരു കലർപ്പും ഇല്ലാതെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ഈ പൊടി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ ജേസൺ ചേട്ടൻ്റെയും അതേപോലെ തന്നെ
രണ്ട് ചേട്ടന്മാരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്തിച്ചു കൊടുക്കൂലേ? നിങ്ങൾ കൊറിയറായിട്ടോ എങ്ങനെ കൊടുക്കുക? അത് കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയറായിട്ട് കൊടുക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നമ്മൾ ഇന്ത്യയിലും അതുപോലെ വിദേശത്തുള്ള ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? എൻ്റെ എങ്ങനെയാണ് കഴിക്കേണ്ട രൂപം എല്ലാം നിങ്ങൾ നോക്കും. അത് അവരോട് നമ്മൾ വിളിക്കുമ്പോൾ പറയുകയും ചെയ്യും, അവർക്ക് വാട്സാപ്പിൽ അയക്കുകയും ചെയ്യും. അവർ പൊടി അയക്കുമ്പോൾ അതിൽ നമ്മൾ ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു, ഒറിജിനലായിട്ട് നോക്കി ഞാനൊന്ന് മെല്ലെ ഒന്ന് പോയോട്ടെ. ചെറിയൊരു കാറ്റുണ്ട്, അതുകൊണ്ട് പേടിയാണ്. കാരണം ചൊറിഞ്ഞൊരു പരുവത്തിലാവും. ഇതുണ്ടോ, ഇതിന്റെ കൃഷി എടുക്കുന്ന ഒരു വിധമുണ്ടല്ലോ ഈ വിളവെടുപ്പിന്. ജയസിൻ ചേട്ടാ, ഇതെങ്ങനെയാണ് നമ്മൾ അറിയാൻ പറ്റിയ ഈ സംഭവം? അത് അതിന്റെ മുകളില് ഒരു 3 വര പോലെ വരും. ഈ ലൈനില്ലേ? അതെ, അണ്ണാർക്കണ്ണിന്റെ വര പോലെ വര വരും. ഈ വര വന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് വിളവെടുക്കാം. അതാണ് അതിന്റെ അടയാളം. വിളവെടുക്കാൻ്റെ തെളിവ് അതാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഏകദേശം നല്ല വിളഞ്ഞ് മൂത്ത് നിൽക്കുകയാണ് അല്ലേ? വിളവെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഒരാഴ്ച വൈകി മഴ പെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ കൃഷിക്ക്? പ്രശ്നമല്ല, അത് നമുക്ക് നനഞ്ഞു കഴിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടിടുമ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ വിളവെടുക്കണം. ഓക്കെ. അപ്പോൾ അതാണ് നോക്കി, ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നായ്ക്കുറനൊന്നും അറിയാതെ ഈ സാധനം ഒരുപാട് ഇങ്ങനെ ചുവച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അന്നൊക്കെ ഒരുപാട് ചൊറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം നോക്കി ഇത്രയും ലോങ് അടിയിൽ നോക്കി നമ്മൾ കമ്പത്തൊക്കെ പോയ പോലെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലൊക്കെ പോകില്ല, അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് കുറച്ച് ഇങ്ങനെ നടക്കാം. പക്ഷേ സത്യത്തിൽ പേടിയാണ് നടക്കാനായിട്ട്. കാരണം ജസ്റ്റ് തലേന്ന് തട്ടി കഴിഞ്ഞത് പാറിക്കഴിഞ്ഞാൽ എന്താവും? ചൊറി. വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പേടിയാണ്, എന്നാലും ഇല്ല, ചെറുതായിട്ട് പോകണുള്ളൂ, ക്യാമറയിൽ എന്തായാലും കാണില്ല. അതൊക്കെ ഇത്രയും ലോങ്ങിൽ കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2 ഏക്കറിൻ്റെ അടുത്ത സ്ഥലം എന്താണ് ജയസൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പലജാതി പ്രശ്നങ്ങൾക്ക്, അഥവാ ഇതൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ 75% മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ അഥവാ അസുഖങ്ങൾ ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഷുഗർ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക്, അഥവാ നിത്യം തന്നെ നമുക്ക് എല്ലാ അസുഖങ്ങളും പ്രത്യേകിച്ച് ലൈംഗിക വിഷയങ്ങൾക്കൊക്കെ A ക്ലാസ് മരുന്നാണ്. എല്ലാവർക്കും അറിയാം. കാരണം ഈ നായ്ക്കുറന പരിപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ഉടായ്പ സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നതൊക്കെ ഇത്രയുണ്ട്. ഇതിലിപ്പോൾ വേറൊരു സംഭവം ചോദിക്കട്ടെ ചേട്ടാ, ഇതിപ്പോൾ ഇത്രയും 2 ഏക്കറിൻ്റെ അടുത്തുണ്ട് പറയല്ലോ സ്ഥലം. ഇതിലിപ്പോൾ ഏകദേശം നമുക്ക് എത്ര കിലോ വിളവെടുക്കാൻ വേണ്ടി പറ്റും? ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000 കിലോ താഴെ ഒരു ടണ്ണിൻ്റെ അടുത്ത് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇത്രയും സംഭവങ്ങളുണ്ട്, നല്ല ഒറിജിനൽ സാധനങ്ങളാണ്. കൗണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ഔഷധമാണ് ആണല്ലേ? കൗണ്ട് വർദ്ധിപ്പിക്കുക, അതുപോലെ സ്ത്രീകളുടെ ഹോർമോണൽ വികസനം, ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഔഷധം തന്നെയാണ് അത്. ഓക്കെ. അപ്പോൾ എന്തായാലും ജയസിൻ ചേട്ടൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും, എവിടെയെങ്കിലും എത്തിച്ചു കൊടുക്കും, ലോകത്തെവിടെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമുക്കിപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയേണ്ടത് ഒന്നുമില്ല. ഇതിന്റെ പ്രോസസ്സിംഗ് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി വരികയാണെങ്കിൽ ഇത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, നിങ്ങൾ തന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയാണ് ഇത് പൊടിയായി വരുന്നത് എന്നുള്ളത്. അത് ശരിക്കും ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് വരുന്നത്? അതിപ്പോ നമ്മളിത് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഉണക്കാനിട ചെയ്യാം. അത് ഉണക്കാനിട്ട് 2 ആഴ്ച ഇട്ട് കഴിഞ്ഞ് ഇടുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ കൊതുവല പോലുള്ള നെറ്റ് വിരിച്ചിടും. അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ കുരു പൊട്ടും. അത് നിങ്ങൾ പൗഡർ ആയിട്ടാണ് കൊടുക്കുക, അതോ ഇതിന്റെ പിന്നെ പരിപ്പായിട്ടാണ് കൊടുക്കുക? അത് നമ്മൾ സീഡ് ആണെങ്കിൽ സീഡ് കൊടുക്കാം. അത് പ്രോസസ് ചെയ്ത് കഴിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ സീഡ് കൊടുക്കാം. അതല്ലാത്തവർക്ക് പൊടി മേടിക്കായിരിക്കും ഏറ്റവും നല്ലത്, അറിയാത്ത ആൾക്കാർ സ്പൂൺ അനുസരിച്ച് അങ്ങനെ കഴിച്ചാൽ മതി. അതെ, പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗാണ്. അപ്പൊ അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രോസസ് ചെയ്താൽ മാത്രം നമുക്ക് ആ ഔഷധം കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിന്റെ പ്രോസസ്സിംഗ് നമുക്കൊരു വേറെ വീഡിയോ ആയിട്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാം. കാരണം ഇത് അപൂർവമായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും നിങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ ഉത്തരവാദിത്തത്തോട് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി എത്തിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വേറൊന്നും പറയാനുള്ളതോ? അപ്പോൾ എന്നാ ഓക്കെ. എൻ്റെ കയ്യിൽ ഇതവിടെ ചെറിയൊരു ചൊറിച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയസൻ ചേട്ടാ ബൈ. ഓക്കെ.